വിദ്യാർത്ഥികളെ യുക്രൈൻ ബന്ദിയാക്കിയിട്ടില്ല എന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്നതിന് യുക്രൈൻ പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ട്. ഉക്രൈൻ അധികൃതരുടെ സഹകരണത്തോടെയാണ് നിരവധി വിദ്യാർത്ഥികളെ ഒഴിപ്പിച്ചത്. വിദ്യാർത്ഥികളെ ബന്ദിയാക്കുന്നതായ റിപ്പോർട്ടുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നും വിദേശകാര്യ വക്താവ് അറിയിച്ചു. ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി എയർഫോഴ്സിന്റെ 4ാം വിമാനവും എത്തി. കെ.പി. അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, വിദേശകാര്യ മന്ത്രാലയം നിർണായകമായ കാര്യമാണ് പറഞ്ഞത്, ഉക്രൈൻ സഹകരിക്കുന്നു എന്നുള്ളത്. പക്ഷേ റഷ്യ അങ്ങനെയായിരുന്നില്ല കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ, യുക്രൈനിൽ കുടുങ്ങിയിട്ടുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയവും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയവുമായി നിരന്തരം ഇന്ത്യ ആശയവിനിമയം നടത്തുന്നുണ്ടായിരുന്നു. ഇന്നലെ ടെലിഫോണിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്ളാഡിമിർ പുടിനുമായി സംസാരിച്ചത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം കർണാടക സ്വദേശിയായ ഇന്ത്യൻ മെഡിക്കൽ വിദ്യാർത്ഥി യുക്രൈനിൽ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ ഇന്ത്യ ആശങ്ക കൂടി പങ്കുവച്ചു. യുക്രൈന്റെ കിഴക്കൻ മേഖലയിൽ റഷ്യയോട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ നിന്ന് ഇന്ത്യക്കാർക്ക് ഒഴിഞ്ഞു പോകാൻ സാധിക്കുന്നില്ല, അതിനുള്ള സുരക്ഷിതമായ പാതയൊരുക്കണം എന്ന് ഇന്ത്യ നിലപാട് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യം പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ വാർത്താക്കുറിപ്പിലൂടെ പുറത്തുവിടുകയും ചെയ്തതാണ്. അതിനുശേഷം ഏതാനും മിനിറ്റുകൾക്കകം തന്നെയാണ് മോസ്കോയിൽ നിന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നത്. ഇന്ത്യയുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് റഷ്യൻ സൈന്യത്തിന്റെ സഹായത്തോടുകൂടി ഇന്ത്യക്കാരായ ആളുകളെ കിഴക്കൻ മേഖലയിൽ നിന്ന് ഒഴിപ്പിക്കും. അതിന് റഷ്യ എല്ലാ പിന്തുണയും നൽകും, സൈന്യം എല്ലാ സഹായവും നൽകും എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതോടൊപ്പമായിരുന്നു റഷ്യയുടെ ആരോപണം, ഇന്ത്യൻ വിദ്യാർത്ഥികളെ യുക്രൈൻ കവചമാക്കുകയാണ്, ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഷീൽഡ് ആക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം, പ്രതിരോധമാണ് ഇപ്പോൾ യുക്രൈൻ നടത്തുന്നത് എന്ന തരത്തിലായിരുന്നു മറുപടി വന്നത്. പക്ഷേ അപ്പോൾ തന്നെ യുക്രൈൻ അതിനെ തിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. റഷ്യ ആണ് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ബന്ദികളാക്കി നിർത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരുപാട് ഇന്ത്യൻ വിദ്യാർത്ഥികളുള്ള പ്രദേശങ്ങൾ, കീവ്, ഹർക്കീവ്, സുമി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികളുള്ള പ്രദേശത്ത് ജനവാസ മേഖലയിലേക്ക് ആക്രമണം നടത്തുന്നത് റഷ്യയാണ് എന്നും അതുകൊണ്ടാണ് ഈ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഇന്ത്യക്കാർക്ക് നിർദ്ദേശം നൽകാൻ ഔദ്യോഗികമായി യുക്രൈന് സാധിക്കാതെ പോകുന്നത് എന്നുമായിരുന്നു യുക്രൈന്റെ മറുപടി. യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മാത്രവുമല്ല, ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യയോട് വെടിനിർത്തണമെന്ന് ആവശ്യപ്പെടണം. മാനുഷിക പരിഗണനയുടെ പേരിൽ ഈ വിദ്യാർത്ഥികൾക്ക് സേഫ് കോറിഡോർ ഒരുക്കുന്നതിന്, വിദ്യാർത്ഥികൾക്ക് കൃത്യമായി ഇടനാഴികൾ ഒരുക്കുന്നതിന് വേണ്ടിയെങ്കിലും താൽക്കാലികമായി വെടിനിർത്തണം എന്ന ആവശ്യം ഉന്നയിക്കണം എന്ന് യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയം ഉന്നയിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അരിന്ദം ബക്ചിയുടെ മാധ്യമപ്രവർത്തകർ ഈ സംശയം ഉന്നയിച്ചത്. നിലവിൽ യുക്രൈൻ ബന്ദികളാക്കി വെച്ചിട്ടുണ്ടോ ഇന്ത്യൻ വിദ്യാർത്ഥികളെ എന്നുള്ളത്. എന്നാൽ അതിന് വിരുദ്ധമായ ഒരു സമീപനം, അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയുന്ന സമീപനമാണ് അരിന്ദം ബക്ചിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അങ്ങനെ ബന്ദികളാക്കിയതായി റിപ്പോർട്ടുകൾ ഒന്നുമില്ല. ഇപ്പോഴും യുക്രൈന്റെ വിദേശകാര്യ മന്ത്രാലയവുമായി ഇന്ത്യ നല്ല സഹകരണമാണ് നടത്തുന്നത്. ഇന്ത്യ നിരന്തരമായി യുക്രൈനോട് ആവശ്യപ്പെടുന്നുണ്ട് വിദ്യാർത്ഥികളെ സുരക്ഷിതമായി ഒഴിവാക്കി തരണമെന്ന്. സുരക്ഷിത മേഖലയിൽ ഉള്ള ഒഴിപ്പിക്കൽ നടപടികൾക്കെല്ലാം തന്നെ പൂർണ്ണമായ പിന്തുണയുണ്ടായിരുന്നു യുക്രൈന്റെ ഭാഗത്ത് നിന്ന്. നിരവധി വിദ്യാർത്ഥികളെ യുക്രൈൻ അധികൃതരുടെ കൂടി സഹായത്തോടു കൂടിയാണ് എത്തിച്ചത്. മാത്രവുമല്ല, യുക്രൈന്റെ അയൽരാജ്യങ്ങളായ ഹംഗറി, പോളണ്ട്, സ്ലോവാക്യ, റൊമേനിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യുക്രൈനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു എന്നുകൂടി അദ്ദേഹം പ്രതികരിച്ചു. ഈ അയൽരാജ്യങ്ങളോടും നന്ദി അറിയിക്കുന്നു എന്നാണ് അരിന്ദം ബക്ചി വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ഉൾപ്പെടെ, ഇപ്പോൾ യുക്രൈനിലെ പ്രാദേശിക സമയം അനുസരിച്ച് നേരം പുലരുന്നതാണ്, പ്രഭാതമാണ്. വരും മണിക്കൂറുകളിൽ ഉൾപ്പെടെ രക്ഷാദൌത്യം ഇന്ത്യ കൂടുതൽ ഊർജിതമാക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഈ ഘട്ടത്തിൽ തീർച്ചയായും യുക്രൈന്റെയും അതോടൊപ്പം തന്നെ റഷ്യയുടെയും നിലപാടുകൾ വളരെ നിർണായകമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഗോപികൃഷ്ണൻ. ഇപ്പോൾ തീർച്ചയായും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയുടെ നയതന്ത്ര വിജയം അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ നമ്മളെ വിദ്യാർത്ഥികളെ എത്തിക്കുന്നതിൽ അതിൽ ഉക്രൈന്റെ സഹകരണവും നമ്മൾ കണ്ടതാണ്. റഷ്യൻ അതിർത്തി വഴി ഉക്രൈനിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ കൊണ്ടുവരണം എന്നുള്ളായിരുന്നു ആവശ്യം. അത് ഇന്നലത്തെ സംഭാഷണത്തിൽ റഷ്യ സമ്മതിച്ചതുമാണ്. പക്ഷെ അതിനുശേഷമാണ് റഷ്യ ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുന്നത്, ഇന്ത്യൻ വിദ്യാർത്ഥികളെ മനുഷ്യകവചമാക്കുന്നതും. അത് ഇന്ത്യ തള്ളുകയും ചെയ്യുന്നു. കാരണം നമ്മൾ അനുഭവം ഇതുവരെ അങ്ങനെയല്ല, അല്ലേ? ഏതായാലും ഇനിയുള്ള നീക്കങ്ങൾ, റഷ്യൻ അതിർത്തി വഴിയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വരവ് സ്വാഭാവികമായും വരും മണിക്കൂറുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, മോസ്കോയിൽ നിന്ന് പുറത്തിറക്കിയ റിപ്പോർട്ട്, ക്രിമിനൽ റിപ്പോർട്ടിൽ നിന്ന് തന്നെ, അതായത് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാൻ
സന്നദ്ധമാണ്, തയ്യാറാണ് റഷ്യൻ സൈന്യം എന്ന അതേ പ്രസ്താവനയിൽ തന്നെയാണ് കവചമായും ഉപയോഗിക്കുന്നു എന്ന തരത്തിൽ റഷ്യ പ്രസ്താവന നടത്തിയത്. നമുക്ക് ആ പ്രസ് റിലീസുകൾ നോക്കിയാൽ നമുക്കറിയാം ഏതാണ്ട് മിനിറ്റുകൾക്കകം തന്നെ യുക്രൈൻ അതിനെ തള്ളിക്കളയുന്ന ഒരു സമീപനം ഉണ്ടാകുന്നു. ഇന്നലെ രാത്രി 11 മണിയോടുകൂടി, ഇന്ത്യൻ സമയം 11 മണിയോടുകൂടിയാണ് റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഈ ഒഴിപ്പിക്കൽ നടപടികൾക്ക് പൂർണ്ണമായി പിന്തുണയുണ്ടാകും എന്ന് അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ യുക്രൈൻ മനുഷ്യ കവചമായി ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്നു എന്ന് അതേ സാഹചര്യത്തിൽ തന്നെ അഭിപ്രായപ്പെട്ടു. മിനിറ്റുകൾക്കകം തന്നെ അതിനെ തള്ളിക്കളയുന്ന ഒരു സമീപനം, അതിനെ എതിർത്തുകൊണ്ടുള്ള പ്രസ് റിലീസ് യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ തന്ത്രപരമായ ഒരു നീക്കം സ്വീകരിക്കുന്നു. ഇന്ത്യ നിലപാട് ആവർത്തിക്കുന്നു. ഇന്ത്യയുടെ നയതന്ത്രത്തിന്റെ ഒരു വിജയമായി തന്നെ വേണം നമുക്ക് ഇതിനെ കാണാൻ. ഇന്ത്യ ഇരുപക്ഷത്തു നിന്നും ഉള്ള ആനുകൂല്യങ്ങളാണ് തേടുന്നത്. അവിടെ ഗോപികൃഷ്ണൻ എടുത്തു പറയേണ്ടത്, ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാ കൌൺസിലിൽ 2 തവണ വോട്ടിംഗിൽ നിന്ന് മാറി നിന്നിരുന്നു. ഇന്ത്യ ഒരു രാജ്യത്തെയും കുറ്റപ്പെടുത്തിയില്ല. ഇന്നലെയായിരുന്നു പൊതുസഭയിൽ വോട്ടെടുപ്പ് നടന്നത്. ആ വോട്ടെടുപ്പിൽ നിന്നടക്കം ഇന്ത്യ വിട്ടുനിന്നു. അതേസമയം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ജീവനും സുരക്ഷയും സംബന്ധിച്ച് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. ഞങ്ങൾ പ്രഥമ പരിഗണന നൽകുന്നത് ഇന്ത്യക്കാരായ ആളുകളെ തിരികെ എത്തിക്കുന്നതിനാണ് എന്ന് അസന്നിഗ്ധമായി ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ആ നിലയിൽ ഇന്ത്യയുടെ ഒരു നയതന്ത്ര വിജയം എന്ന് തന്നെ ഈ വിഷയത്തെ നോക്കിക്കാണാം. അപ്പോഴും യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരുടെ ആശങ്ക എന്നത് കൃത്യമായി ഈ സ്ഥാനപതി കാര്യാലയം, ഇന്ത്യൻ എംബസി ഒരു നിർദ്ദേശം നൽകുന്നില്ല. ചില ഘട്ടങ്ങളിൽ കിവിൽ നിന്ന് മാറൂ എന്ന് നിർദ്ദേശം നൽകുന്നു, ഹർക്കീവിൽ നിന്ന് മാറൂ എന്ന് നിർദ്ദേശം നൽകുന്നു. ചില ഘട്ടങ്ങളിൽ അവിടേക്ക് തിരിച്ചു പോകാൻ ആവശ്യപ്പെടുന്നു എന്നൊക്കെയുള്ള ആശങ്കകൾ വിദ്യാർത്ഥികൾ പങ്കുവെക്കുന്നുണ്ട്. അവിടെ നമുക്ക് കൃത്യമായി പറയാനുള്ളത്, ഈ സ്ഥാനപതി കാര്യാലയം അറിയിക്കുന്നത് പോലെ സുരക്ഷയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത്. ഏത് ഘട്ടത്തിൽ പോലും ആക്രമണം ഉണ്ടാകാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ത്യൻ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടതുപോലും യുക്രൈൻ സൈന്യം അനുവദിച്ച സമയത്ത് സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും റഷ്യയുടെ യുദ്ധതന്ത്രങ്ങളിൽ മാറ്റമുണ്ട്, സ്ട്രാറ്റജികളിൽ മാറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും സുരക്ഷിതമായി മാറാവുന്ന സമയത്ത് മാത്രമാണ് എംബസി മാറണം എന്ന് ആവശ്യപ്പെടുന്നത്. ഒരുപക്ഷെ തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെടുന്നത് ആ തന്ത്രങ്ങളിൽ വരുന്ന മാറ്റത്തിന്റെയും ആക്രമണ സാധ്യതയുടെയും അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ അവിവേകം കാണിക്കരുത്, മറിച്ച് സുരക്ഷിതമായ ഇടങ്ങളിലൂടെ മാത്രം ഇന്ത്യയിലേക്ക് തിരികെ എത്താൻ ശ്രമിക്കണം. അതിനൊരല്പം കാലതാമസം ഉണ്ടായാലും ആത്മധൈര്യത്തോടുകൂടി കാത്തിരിക്കൂ എന്ന നിർദ്ദേശമാണ് ഇന്ത്യ ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ മോസ്കോയിൽ നിന്ന് യുക്രൈൻ അതിർത്തിയിലേക്ക് സ്ഥാനപതി കാര്യാലയത്തിലെ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ഗോപികൃഷ്ണൻ, ഇന്ന് നമുക്ക് തീർച്ചയായും സേനയുടെ സഹായത്തോടു കൂടിയുള്ള ഒരു മാറ്റം, അത് വളരെ പെട്ടെന്ന് സാധ്യമാകുന്ന ഒന്നല്ല എന്നുകൂടി നമുക്ക് ഈ ആളുകളോട്, അല്ലെങ്കിൽ യുക്രൈനിൽ തുടരുന്ന ഇന്ത്യക്കാരുടെ ബന്ധുക്കളോട് അവരോടൊക്കെ പറയേണ്ടതുണ്ട്. കാത്തിരിക്കുക. തീർച്ചയായും ഇത് ഏറ്റവും ശുഭകരമായ ഒരു റിപ്പോർട്ട് തന്നെയാണ്. 2 രാജ്യങ്ങളും ഒഴിപ്പിക്കാൻ സന്നദ്ധമാണ്, എല്ലാ പിന്തുണയും നൽകുന്നു എന്നറിയിക്കുന്നു. അവിടെ യുക്രൈൻ പറയുന്നത്, ഈ ആക്രമണം നടക്കുന്നത് കൊണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ജീവന് സുരക്ഷ നൽകേണ്ട ഒരു ഉത്തരവാദിത്വം യുക്രൈനുണ്ട്. അതുകൊണ്ടാണ് ഈ സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒഴിപ്പിക്കാൻ മടി കാണിക്കുന്നത് എന്നാണ്. പക്ഷേ വിദ്യാർത്ഥികൾ പറയുന്നത് അവർക്ക് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നു, പലപ്പോഴും ട്രെയിനുകളിൽ ഉൾപ്പെടെ യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് എന്ന ആശങ്കയൊക്കെ ഇന്നലെയും പങ്കുവച്ചിരുന്നു. തീർച്ചയായും ഇതൊരു വൈകാരികമായ പ്രദേശത്ത് തന്നെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഉള്ളത്. യുക്രൈൻ സ്വദേശികളായ ആളുകൾ അവരുടെ അച്ഛനമ്മമാരെ, പ്രായമായവരെ, ഗർഭിണികളെ, സ്ത്രീകളെ, കുട്ടികളെ സുരക്ഷിത ഇടങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു തത്രപ്പാടിലാണ് എന്നുകൂടി തിരിച്ചറിയേണ്ടതുണ്ട്. അത്തരം ചില പ്രതിസന്ധികളുണ്ട്. പക്ഷേ അവിടെയൊക്കെ സംയമനം പാലിക്കണമെന്ന സന്ദേശം തന്നെയാണ് നമുക്ക് നൽകാനുള്ളത്. മറ്റൊന്ന്, ഈ രക്ഷാദൌത്യത്തിലേക്ക് വന്നാൽ ഗോപികൃഷ്ണൻ, 24 മണിക്കൂറിനിടെ 15 വിമാനങ്ങളാണ് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അവിടെ ഞാൻ എടുത്തു പറയുന്നത്, ഈ യുക്രൈനുമായുള്ള സമയക്രമത്തിൽ ചെറിയ മാറ്റമുണ്ട് എങ്കിൽ പോലും 15 വിമാനങ്ങൾ ഇന്ന് ഇന്ത്യയിലേക്ക് 24 മണിക്കൂറിനകം ഇന്ത്യയിലേക്ക് എത്തുന്ന തരത്തിൽ ആണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതിൽ വ്യോമസേനയുടെ വിമാനങ്ങൾ, ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ട എല്ലാ വിമാനങ്ങളും ഇപ്പോൾ ഹിൻഡൻ എയർപോർട്ടിൽ തിരികെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യാത്രാ വിമാനങ്ങളും ഡൽഹിയിലേക്കും മുംബൈയിലുമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഓപ്പറേഷൻ ഗംഗ ആരംഭിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകളെ ഇതുവരെ താരതമ്യം ചെയ്യുമ്പോൾ ഇന്നായിരിക്കും ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കാൻ സാധിക്കുക. ഇപ്പോൾ തന്നെ ഏതാണ്ട് 1000-ഓളം ആളുകൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. 9 ഫ്ലൈറ്റുകളായിരുന്നു നേരത്തെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചതനുസരിച്ച് അവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞത്. അതിൽ പലതും ഇപ്പോൾ തന്നെ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഏതാണ്ട് ഇത്ര തന്നെ വിമാനങ്ങൾ പുറപ്പെടുന്നുണ്ട്. അവിടെ സമയത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഒരുപക്ഷെ സാങ്കേതികമായി നമുക്ക് ഇന്ന് എന്ന് പറയാൻ സാധിച്ചില്ലെങ്കിലും പുലർച്ചയോടുകൂടി ഒക്കെ 15 വിമാനങ്ങൾ എത്തും.
ഇങ്ങനെ വിമാനങ്ങളിൽ എത്തുന്ന ഇന്ത്യക്കാരെ, മലയാളികളെ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിക്കുന്നതിന് 3 ചാർട്ടേഡ് വിമാനങ്ങൾ തയ്യാറായിട്ടുണ്ട്. ആദ്യ വിമാനം അല്പസമയത്തിനകം തന്നെ പുറപ്പെടുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. 9:30 ആദ്യത്തെ വിമാനം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ഇന്ന് വൈകിട്ട് 3:30, 6 മണി സമയങ്ങളിൽ കേരളത്തിലേക്ക് പുറപ്പെടുന്ന തരത്തിൽ വിമാനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെയും ഗോപേകൃഷ്ണൻ നമുക്ക് ആവർത്തിക്കേണ്ടത് വ്യോമപാതയിലെ തിരക്കുകൾ പരിഗണിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഏതായാലും രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് നമുക്ക് ഇന്ന് വളരെ നിർണായകമായ ഒരു ദിനമാണ്. അഭിലാഷ് സൂചിപ്പിക്കുന്നതനുസരിച്ച് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ പി ശ്രീരാമകൃഷ്ണൻ മാധ്യമങ്ങളെ കാണും തത്സമയം. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നോർക്ക ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഗ്രൂപ്പിൽ നടക്കുന്ന എല്ലാ ഡിസ്കഷൻസും സംവാദങ്ങളും നമുക്ക് മനസ്സിലാക്കാനും അതുവഴി കിട്ടുന്ന ലഭ്യമായ വിവരങ്ങളെല്ലാം സമാഹരിച്ച് കൊടുക്കാനും നമുക്ക് കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്നലെ രാത്രി 12:30 മണിക്ക് വരെ കാർക്കേവിൽ കഴിഞ്ഞിരുന്ന കുട്ടികളുടെ അടുത്ത് നിന്ന് നേരിട്ടുള്ള വിവരങ്ങളുണ്ടായിരുന്നു, രക്ഷിതാക്കളുടെ വിവരങ്ങളുണ്ടായിരുന്നു. അവിടെ ഇന്നലെ ഷെല്ലാക്രമണം ഉണ്ടാവാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ഈ ഇവാക്യുവേഷൻ പ്രോസസ്സിനെ കേന്ദ്ര സർക്കാർ അത് പൊളിറ്റിക്കലായിട്ട് ഉപയോഗപ്പെടുത്തുന്നു അല്ല, അതിൽ അങ്ങനെ ഒരു അഭിപ്രായം ഞാനിപ്പോൾ പറയുന്നില്ല. ഇത് നേരത്തെ ചെയ്യേണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഈ 2 സ്ഥലങ്ങളിലും 6 ദിവസമായിട്ട് കുട്ടികൾ ബങ്കറുകളിലും ഭൂഗർഭ അറകളിലൊക്കെ കാത്തിരിക്കുകയായിരുന്നു. ആ വിഷമാവസ്ഥ കണ്ട് നേരത്തെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ഇത് എന്നുള്ളതാണ് ഒരു കമൻറ്റ് പറയാനുള്ളത്. അത് എൻ്റെ അഭിപ്രായം മാത്രമല്ല, നയതന്ത്ര വിദഗ്ധന്മാരെല്ലാം പറയുന്നുണ്ട്. ഈ സാഹചര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ, യുദ്ധ സാഹചര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന എല്ലാവരും പറയുന്നത് ഇന്നലെ ചെയ്ത കാര്യം അല്ലെങ്കിൽ അത് കുറച്ചുകൂടി നേരത്തെ ചെയ്യേണ്ടതായിരുന്നെങ്കിൽ ഈ പാനിക്കുള്ള സിറ്റുവേഷൻ ഒഴിവാക്കാമായിരുന്നു എന്നാണ്. റഷ്യ ആക്രമണം കുറയ്ക്കാം, ഇന്ത്യക്കാരെ പുറത്തെത്തി, അങ്ങനൊരു അതൊക്കെ സാധ്യമായ കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ നമ്മുടെ മുഖ്യമന്ത്രി എഴുതിയിട്ടുള്ള കത്തിൽ പറയുന്നത് റഷ്യയുടെ എയർ സ്പേസും റഷ്യയുടെ സ്ഥലങ്ങളും ഉപയോഗപ്പെടുത്തി റഷ്യൻ അതിർത്തിയിലേക്ക് അടുത്തുള്ളവരെ അവിടെ കൊണ്ടുപോയി രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തണമെന്നായിരുന്നു. ആ കത്ത് കൊടുത്തിട്ട് ഏതാണ്ട് ഒരാഴ്ച, 27-ാം തീയതിയാണ് ആ കത്ത് കൊടുത്തത്. 27-ാം തീയതി അദ്ദേഹം കത്ത് കൊടുത്തിട്ടും വേണ്ടാത്ത നടപടി ഉണ്ടായില്ല. ഇപ്പോൾ ഇന്നലെയും മിഞ്ഞാന്നുമായിട്ട് വീണ്ടും സ്പെസിഫിക് ആയിട്ട് നമ്മൾ കൊടുത്തു. ഏതായാലും ഇന്ന് രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ദിവസമാണ്. ഏറ്റവും അധികം കുട്ടികൾ ഒരുപക്ഷെ ഇന്നും നാളെയും, ഇന്ന് വൈകുന്നേരവും നാളെ പുലർച്ചെയുമായി നാട്ടിലേക്ക് തിരിച്ചെത്തും. പിന്നെ റഷ്യൻ അതിർത്തി വഴിയുള്ള വരവും അക്കാര്യങ്ങളെല്ലാം വളരെ സഹൂതം രാജ്യം ഇന്ന് ശ്രദ്ധിക്കുകയാണ്. CPM സമ്മേളന വാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വനിതാ നേതാക്കളുടെ ചില പുരുഷ നേതാക്കളുടെ സമീപനം മോശമാണെന്ന് മന്ത്രി ആർ ബിന്ദു ഖേദത്തോടെ പറയേണ്ടി വരികയാണെന്നും അവർ പറഞ്ഞു. വി അരുണാണ് വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, വിശദാംശങ്ങൾ. സംസ്ഥാന സമ്മേളനത്തിലെ പൊതു ചർച്ചയിലാണ് ആർ ബിന്ദുവിന്റെ വിമർശനം. മന്ത്രി തന്നെയാണ് ഇത്തരത്തിൽ പാർട്ടി സ്ത്രീകൾക്ക് അവഗണന നേരിടേണ്ടി വരുന്നു എന്ന ഗൗരവകരമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ബിന്ദു പ്രധാനമായും പറഞ്ഞത് ഇത് വനിതാ നേതാക്കളുടെ, പുരുഷ നേതാക്കളുടെ സമീപനം മോശമാണ്, ഖേദത്തോടെ പറയേണ്ടി വരുന്നു. മോശം പെരുമാറ്റത്തിന് പരാതി നൽകിയാലും ചില പാർട്ടി ഘടകങ്ങളിലെങ്കിലും അത് ശരിയായി പരിഗണിക്കുന്നില്ല. പരാതിക്കാർക്ക് അവഗണന നേരിടേണ്ടി വരുന്ന സാഹചര്യമുണ്ടെന്നും ബിന്ദു പറഞ്ഞു. മറ്റു ചില വനിതാ നേതാക്കളും സ്ത്രീകൾക്കെതിരെ പാർട്ടിയിലുണ്ടാകുന്ന അവഗണനയിൽ മോശം പെരുമാറ്റത്തിൽ
സംസ്ഥാന സമ്മേളനത്തിൽ അതൃപ്തി പരാതി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷൊർണൂർ മുൻ MLA-യും KPCC ചെയർമാനുമായ PK ശശിക്കെതിരായ DYFI വനിതാ നേതാവിന്റെ പരാതി, അതിനെ തുടർന്ന് പാർട്ടി നടപടിയെല്ലാം റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു വിമർശനം വനിതാ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഏറ്റവും പ്രധാനം, ഏറ്റവും ശ്രദ്ധേയം, സംസ്ഥാനത്തെ ഒരു മന്ത്രി തന്നെ പാർട്ടി സമ്മേളനത്തിൽ വനിതകൾക്ക് പാർട്ടിയിൽ അവഗണന നേരിടേണ്ടി വരുന്നു, മോശം പെരുമാറ്റം ഉണ്ടാകുന്നു എന്ന വിമർശനം ഉന്നയിച്ചത്. വളരെ ഗൗരവത്തോടെയുള്ള സമീപനം ഇക്കാര്യത്തിൽ പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നായിരുന്നു പ്രതിനിധികളുടെ ആവശ്യം. അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ മന്ത്രി തന്നെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ പരാതിപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. ഇതിൽ വേണ്ടത്ര രീതിയിൽ സ്ത്രീകളെ പരിഗണിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണോ, അതോ അവർക്ക് മറ്റ് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനോട് പലപ്പോഴും മുഖം തിരിച്ചു നിൽക്കുന്നു എന്നുള്ളത് കൂടിയാണോ? തീർച്ചയായും അതുതന്നെയാണ്. പരിഗണനയ്ക്കപ്പുറത്തേക്ക് മോശം പെരുമാറ്റം നേതാക്കളിൽ നിന്നുണ്ടാകുന്നു. അതിനെ പരാതി പറയുമ്പോൾ വേണ്ട രീതിയിൽ അത് പരിഗണിക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണവും പരാതിയും. PK ശശിയുടെ വിഷയം പറഞ്ഞുകൊണ്ടല്ല അവർ വിമർശനം ഉന്നയിച്ചെങ്കിൽ പോലും ഇത്തരം നിരവധി പരാതികൾ കഴിഞ്ഞ സമ്മേളന കാലയളവിൽ CPM-ൽ ഉയർന്നു വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് PK ശശിക്കെതിരായ ആരോപണമായിരുന്നു. അത് പൊക്കാൻ പരാതിക്കാർക്ക് നടപടിയെടുക്കാൻ വലിയ സമ്മർദ്ദം CPM-ൽ ഉണ്ടായിരുന്നു. അതിനുശേഷം പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ച് ശശിക്ക് നടപടിയെടുക്കുകയായിരുന്നു. പ്രതിഭ MLA-യുടെ പരാതി, തനിക്കെതിരെ മോശമായി ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു, പെരുമാറുന്നു എന്ന പരാതി കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ്. ഇത്തരത്തിൽ നിരവധി വനിതാ നേതാക്കൾക്ക്, പാർട്ടി പ്രവർത്തകർക്ക് നേതൃത്വത്തിൽ നിന്ന്, പ്രാദേശിക നേതാക്കളിൽ നിന്ന്, ശശിയെ പോലുള്ള ഇന്ന നേതാക്കളിൽ നിന്നൊക്കെ മോശം പെരുമാറ്റം ഉണ്ടാകാറുണ്ട്. പലപ്പോഴും അത്തരം പരാതികൾ ചവിട്ടിത്താഴ്ത്താൻ നടപടിയെടുക്കാതെ കുറ്റക്കാരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ചില പാർട്ടി ഘടകങ്ങളും എങ്കിലും സ്വീകരിക്കുന്നുവെന്ന അതിരൂക്ഷമായ ഗൗരവമുള്ള വിമർശനമാണ് മന്ത്രി ബിന്ദു ഉന്നയിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് ഈ സമ്മേളനത്തിൽ വിമർശനത്തെ ഏറ്റവും പ്രസക്തമാക്കുന്നത്. വിവരങ്ങൾ നൽകിയത്. ഉക്രൈനിൽ റഷ്യൻ ആക്രമണം 8ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ രാത്രിയിലും കീവിൽ അതിരൂക്ഷ ആക്രമണം തുടർന്ന് റഷ്യൻ സേന ജനങ്ങളോട് ഷട്ടറിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് ആവർത്തിച്ച നിർദ്ദേശം നൽകുകയാണ് ഉക്രൈൻ. ഉക്രൈൻ റഷ്യ 2ാം ഘട്ട ചർച്ച ഇന്ന് നടക്കും. ചർച്ചയ്ക്കായി റഷ്യൻ സംഘം ബെലാറൂസിലെത്തി. അതേസമയം റഷ്യയ്ക്ക് മേൽ നിയന്ത്രണം ഘടിപ്പിച്ച് ലോകബാങ്ക് പദ്ധതികൾ അവസാനിപ്പിച്ചു. 7 പ്രധാന റഷ്യൻ ബാങ്കുകളെ സ്വിഫ്റ്റിൽ നിന്ന് പുറത്താക്കി. ഒറാക്കിളിൽ റഷ്യയിലെ പ്രവർത്തനം അവസാനിപ്പിച്ചു. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ യൂറോപ്പിലെത്തും. അതിനിടെ യുക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ റഷ്യൻ സൈന്യം ഒഴിപ്പിക്കുമെന്ന് റഷ്യ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി വാർത്താ ഡെസ്കിൽ നിന്നും സരുണേ ജോസും മനു പരമേശ്വരനുമാണ് ചേരുന്നത്. ആദ്യം സരുണിലേക്ക്. സരുൺ, 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ന് 8ാം ദിവസം, അത് നിർണായകമായ യുദ്ധത്തിലേക്ക് പോകുന്നു എന്ന് നമ്മൾ കരുതുന്ന ഒരു ദിവസം. മറുഭാഗത്ത് ഒരുപാട് ഉപരോധങ്ങളാൽ വലയുന്ന റഷ്യയും. ഏതായാലും ആദ്യം കീവിലേക്കും ആക്രമണത്തിലേക്ക് വരാം. നമ്മൾ കാണിച്ച ദൃശ്യങ്ങളും അതാണല്ലോ. കീഴടക്കുകയും തകർത്ത് തരിപ്പണമാക്കുകയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അധിനിവേശ ശക്തികൾക്ക് മുമ്പിൽ ഒരു ജനത കീഴടങ്ങുമ്പോഴാണ് അത് കീഴടക്കലാവുന്നത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? കീഴടക്കലാണോ അതോ ഒന്നും ബാക്കി വയ്ക്കാതെ തകർത്ത് തരിപ്പണമാക്കലാണോ? നിലവിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഗോപി, യുദ്ധം 8ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് കീവിലാണ് കൂടുതൽ റഷ്യയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ 4 വലിയ സ്ഫോടനങ്ങളാണ് കീവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇവിടെ മെട്രോ സ്റ്റേഷന് സമീപത്താണ് വലിയ 2 സ്ഫോടനങ്ങൾ ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗോപി സൂചിപ്പിച്ചതുപോലെ വലിയ നാശനഷ്ടമാണ് ഈ കീവ് നഗരത്തിൽ ഉണ്ടായിരിക്കുന്നത്. കീവിന്റെ വടക്കൻ ഭാഗത്ത് ഏതാണ്ട് നഗരം പൂർണ്ണമായി തന്നെ തകർന്നു കിടക്കുന്ന തരത്തിലുള്ള സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. യുദ്ധത്തിന്റെ 5ാം ദിവസം പിന്നിടുമ്പോഴുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ അമേരിക്കൻ കമ്പനിയായ മാക്സാർ ടെക്നോളജീസ് പുറത്തുവിട്ടിരിക്കുന്നത്. അത്തരത്തിൽ വലിയൊരു നാശനഷ്ടം കീവ് നഗരത്തിൽ റഷ്യൻ സേന ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് വേണം ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന് ഹാർക്കിവിലാണ്. ഹാർക്കിവിൽ കഴിഞ്ഞ ദിവസം തന്നെ വലിയ രീതിയിലുള്ള ആക്രമണത്തിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നും അവിടെ ഇപ്പോഴും ഷെല്ലാക്രമണം തുടരുന്നെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അവിടെ റഷ്യയുടെ ഷെല്ലാക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇക്കാര്യം യുക്രൈൻ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ കൊല്ലപ്പെട്ടവരിൽ 2 കുട്ടികളും ഉൾപ്പെടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേർസൺ നഗരം, അതായത് യുക്രൈന്റെ തെക്കൻ ഭാഗത്തുള്ള കേർസൺ നഗരം
തുറമുഖ നഗരമാണിത്. ഇത് പൂർണ്ണമായും റഷ്യയുടെ നിയന്ത്രണത്തിലായെന്ന് യുക്രൈൻ തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യം. യുദ്ധത്തിന്റെ 2ാം നാൾ തന്നെ ഈ ഖേർസൺ നഗരത്തിൽ റഷ്യൻ സേന എത്തിയിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ യുക്രൈൻ സേനയുടെ ചെറുത്തുനിൽപ്പ് അവിടെ ശക്തമായിരുന്നു. അതുപോലെ തന്നെ യുക്രൈൻ ജനതയും റഷ്യൻ സേനയെ അവിടെ കാര്യമായി പ്രതിരോധിച്ചു. അവിടെ ഇപ്പോൾ ആ ഖേർസൺ പ്രവിശ്യ, ഖേർസന്റെ തലസ്ഥാന നഗരം, അത് റഷ്യൻ സേന പിടിച്ചെടുത്തെന്ന് യുക്രൈൻ തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യം. മറ്റൊന്ന് ഈ ഡോൺബാസ് മേഖലയിലാണ്. ഡോൺബാസിലെ ഡോണറ്റ്സ്ക് പ്രവിശ്യയിലുള്ള മരിയോപോളിൽ വലിയ തരത്തിലുള്ള ഏറ്റുമുട്ടൽ ഇവിടെ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. നിരവധി പേർ ഈ ഭാഗങ്ങളിൽ കൊല്ലപ്പെട്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ കീവിന് സമീപത്തും അതുപോലെ തന്നെ കീവിന് പടിഞ്ഞാറുള്ള ചില മേഖലകളിലും എല്ലിവ് പോലുള്ള പ്രവിശ്യകളിലും റഷ്യയുടെ വ്യോമാക്രമണ മുന്നറിയിപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ കീവിലും അതുപോലെ തന്നെ പടിഞ്ഞാറൻ നഗരങ്ങളിലും വലിയ രീതിയിൽ റഷ്യ വ്യോമാക്രമണം നടത്തിയേക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റൊന്ന് ഗോപി സൂചിപ്പിച്ച കാര്യമാണ്. അവിടെ വലിയ നാശനഷ്ടമാണ് ഇപ്പോൾ ഈ കീവ് നഗരത്തിലും അതുപോലെ തന്നെ ഈ ഖേർസണിലും അതുപോലെ തന്നെ ഹാർക്കീവ് ഉൾപ്പെടെയുള്ള ചില കിഴക്കൻ മേഖലകളിലും റഷ്യൻ ആക്രമണത്തിൽ ഉണ്ടായിരിക്കുന്നത്. അവിടുത്തെ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഹാർക്കീവിൽ കണ്ടതാണ്. ഹാർക്കീവിലെ സിറ്റി സെന്റർ ഡിറ്റനേറ്റർ ഉപയോഗിച്ച് തകർക്കുന്ന ഒരു സാഹചര്യം. ആ സിറ്റി സെന്റർ ഏതാണ്ട് അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും തകരുന്ന രീതിയിലുള്ള ആക്രമണമാണ് റഷ്യ നടത്തിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കീവിന്റെ വടക്ക് ഭാഗത്ത് ഏതാണ്ട് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. പക്ഷേ റഷ്യൻ സേനയ്ക്ക് ഈ കീവ് തലസ്ഥാന നഗരമായ കീവിലേക്ക് ഇനി അത് പിടിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിൽ യുക്രൈൻ സേന പ്രതിരോധം തീർക്കുന്നു. കീവ് നഗരത്തിൽ പ്രധാനമായും വ്യോമാക്രമണമാണ് റഷ്യ നടത്തുന്നത്. ഈ ഹാർക്കീവിൽ കനത്ത ഷെല്ലാക്രമണം ഇപ്പോഴും തുടരുകയാണ്. മറ്റൊന്ന് ചർച്ചകളെക്കുറിച്ചാണ്. അതായത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള 2ാം വട്ട ചർച്ച ഇന്ന് ബെലാറൂസ് പോളിഷ് അതിർത്തിയിൽ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ രാത്രിയായിരുന്നു നേരത്തെ രാത്രി ചർച്ച നടക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ പുറത്തു വന്നെങ്കിലും ഇന്നലെ ആ ചർച്ച നടന്നില്ല. ഇന്ന് ഇവിടെ റെസ്റ്റ് എന്ന് പറയുന്ന ബെലാറൂസ് പോളിഷ് അതിർത്തിയിൽ പ്രവിശ്യയിൽ ആ ചർച്ച ഇന്ന് നടക്കുമെന്ന സൂചനകൾ ഇപ്പോൾ ലഭിക്കുന്നു. ഇന്നലെ തന്നെ യുക്രൈൻ പ്രതിനിധി സംഘം അവിടേക്ക് എത്തിയെന്ന തരത്തിൽ റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. ഇന്ന് റഷ്യ തന്നെ സ്ഥിരീകരിക്കുന്നത് റഷ്യയുടെ പ്രതിനിധികളും അവിടെ ചർച്ചയ്ക്കായി എത്തിയെന്ന്. വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാകാമെന്ന് റഷ്യ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഗോപി. യെസ്, അനൂപിലേക്ക് വന്നു കഴിഞ്ഞാൽ അനൂപ്, ഏതായാലും ഇതുവരെയുള്ള അപ്ഡേറ്റ്സ്, അതായത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സരൺ വ്യക്തമാക്കുകയുണ്ടായി. 8 ദിവസമായി, കഴിഞ്ഞ 8 ദിവസവും അതിനു മുമ്പ് എത്രയോ കാലവുമായി അനൂപ് ഇതിനെക്കുറിച്ച് വിശദമായി പരിശോധിക്കുകയും ചെയ്യുന്നു. ഇത് ഈ രാജ്യം സംരക്ഷിക്കാനുള്ള പോരാട്ടം എന്ന മാർബിൾ പടവുകളിലിരുന്ന് സെലൻസ്കിയുടെ പത്രസമ്മേളനം നമ്മൾ ഇന്നലെ കണ്ടതാണ്. അനൂപ്, ഒരു യുദ്ധം ജയിക്കുക എന്നുള്ളതും തച്ച് തരിപ്പണമാക്കുക എന്നുള്ളതും ഒരുപാട് വ്യത്യാസമുള്ള കാര്യമാണ്. ഈ യുദ്ധം തുടങ്ങുമ്പോൾ പുടിൻ പറഞ്ഞിരുന്നത് ഉക്രൈൻ എന്നൊരു രാജ്യമേ ഇല്ല എന്നായിരുന്നു. പക്ഷേ അവിടെ ഒരു രാജ്യമുണ്ടെന്നും ഉക്രൈൻകാരുണ്ടെന്നും അവർ മരണം വരെ പോരാടാനും തയ്യാറാണെന്നും 8 ദിവസം കൊണ്ട് ലോകത്തെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. 8 ദിവസത്തെ ലോകം എങ്ങനെയാണ് കാണുന്നത്? ഗോപികൃഷ്ണൻ, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇന്നും സെലൻസ്കി പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ ഇപ്പോൾ ഗോപി പറഞ്ഞതിനോട് ചേർന്ന് നിൽക്കുന്ന വാചകങ്ങളാണ് സെലൻസ്കി പറഞ്ഞിരിക്കുന്നത്. സെലൻസ്കി എന്ന് പറയുന്നത് റഷ്യക്കാർക്ക്, ഇവിടെ വന്നിരിക്കുന്ന റഷ്യക്കാർക്ക് സമാധാനത്തോടെ ഒരു നിമിഷം പോലും ഇവിടെ തുടരാൻ കഴിയില്ല. ഒരു തുള്ളി വെള്ളം കിട്ടില്ല, ഒരു ഇറ്റ് ഭക്ഷണം കിട്ടില്ല, ഈ നാട്ടിലെ ഒരു ജനതയുടെ സഹകരണവും കിട്ടില്ല. പിന്നെ അവർ എങ്ങനെ ഇവിടെ അധിനിവേശം നടത്തി വന്നവർ എങ്ങനെ ഇവിടെ തുടരും എന്നാണ് സെലൻസ്കി ചോദിക്കുന്നത്. ആ ഒരു ചോദ്യത്തിൻ്റെ തൊട്ടു പിന്നാലെ അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. അത് 19-20 വയസ്സുള്ള ചെറുപ്പക്കാരെയാണ് റഷ്യ ഇവിടെ കൊണ്ടുവന്ന് കൊന്നുകളയുന്നത് എന്നാണ് പറയുന്നത്. അതായത് 9,000 പേർ ഞങ്ങൾ കൊന്നുകഴിഞ്ഞു എന്നും സെലൻസ്കി ആ വാചകത്തിൻ്റെ തുടർച്ചയായി പറയുന്നു. 9,000 റഷ്യൻ സൈനികരെ കൊന്നു. അത് 19-20 വയസ്സുള്ള കുട്ടികളാണ് ആ കൊല്ലപ്പെട്ടതിലേറെയും. ബലം പ്രയോഗിച്ച റഷ്യൻ സൈന്യത്തിൽ ചേർത്ത് കഴിഞ്ഞ മാസങ്ങളിലും കഴിഞ്ഞ വർഷങ്ങളിലും ചേർത്ത ആ കുട്ടികളെ കൊണ്ടുവന്ന് യുക്രൈനിൽ കൊല്ലാൻ വിട്ടിരിക്കുകയാണ് എന്നാണ് സെലൻസ്കി പറയുന്നതിൻ്റെ അർത്ഥം. മാത്രമല്ല, ഈ കുട്ടികളെ കൊണ്ടുപോകുന്നതിനാണ്, ഈ കുട്ടികളുടെ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിനാണ് ഇപ്പോൾ റഷ്യയുടെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കുന്നത് എന്നും സെലൻസ്കി പറയുന്നു. ഇത് ഇത്രയും വളരെ യുദ്ധത്തിൻ്റെ ഒരു വളരെ ക്രൂരമായ ഒരു മുഖം ആണ് സെലൻസ്കി ഇപ്പോൾ പറയുന്നത്. അതായത് യുക്രൈൻ സൈന്യം തന്നെ വധിച്ചു കഴിഞ്ഞു 9,000 പേരെ എന്ന് പറയുന്നു. അത് 19-20 വയസ്സുള്ള കുട്ടികളെയാണ് എന്ന് പറയുന്നു. ഇത് യുദ്ധത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മര്യാദയുടെയും അല്ലെങ്കിൽ
മനുഷ്യത്വത്തിൻ്റെയും കാര്യങ്ങളൊന്നും വരില്ല എന്നും അത് തന്നെ ഇത് ഞങ്ങളുടെ ആളുകളാണ് കൊന്നത് എന്ന് സെലൻസ്കിക്ക് പറയേണ്ടി വരുന്നു. അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട വേറെ ഒരു വലിയ വിഷയമുണ്ട് ഇതിനകത്ത് ഇന്ത്യയൊക്കെ ബാധിക്കുന്ന. എങ്ങനെ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുമെന്നുള്ളത്. നമ്മുടെ സൈന്യം 1990 കുവൈറ്റ് യുദ്ധം മുതൽ ഇറാഖ് കുവൈറ്റ് യുദ്ധം മുതൽ വളരെ നിർണായകമായി ഈ ആളുകളെ ഒഴിപ്പിച്ചു കൊണ്ടുവന്നിട്ടുള്ളതാണ്. നമുക്കിപ്പോൾ ആ ഒരു എന്താണ് അവിടുത്തെ ഒരവസ്ഥ എന്നുള്ളത് നമുക്കിപ്പോൾ കാണാം. ഇത് ഉക്രൈൻ്റെ വടക്ക് മേഖല പൂർണ്ണമായും ഏറെക്കുറെ റഷ്യയുടെ നിയന്ത്രണത്തിലായിട്ടുണ്ട്. ഈ ഖാർക്കിവ് കൂടി ഏറെക്കുറെ പിടിച്ചു കഴിഞ്ഞതോടെ വടക്ക് മേഖല പൂർണ്ണമായും, കിഴക്ക് ഏറെക്കുറെ ഇപ്പോൾ റഷ്യയുടെ നിയന്ത്രണത്തിലാണ്. ഇപ്പോൾ ഏറ്റവും വലിയ ആക്രമണം നടക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നത് മരിയുപോളിൽ നിന്നാണ്. ഈ ഡോണ്ടസ്ക് ലുഹാൻസ്ക് എന്ന് 8 വർഷമായി റഷ്യൻ നിയന്ത്രണത്തിലുള്ള ഈ മേഖലയ്ക്കും കഴിഞ്ഞ ദിവസം റഷ്യ കീഴടക്കിയ ഖേഴ്സനും നടുക്കുള്ള ഒരു മേഖലയാണ് ഈ മരിയുപോൾ. മരിയുപോളിൽ 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് അവിടുത്തെ മേയർ തന്നെ ഇപ്പോൾ അല്പം മുൻപ് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ ഏതാണ്ട് ഈ മേഖലയും അടയ്ക്കുകയാണ്. റഷ്യ ഇവിടെ നിന്നും ഒരു വഴിയൊരുക്കുകയാണ്. ഈ ഖേഴ്സൺ കീഴടക്കിയതോടുകൂടി റഷ്യയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ സൈനിക നയതന്ത്രപരമായ ഒരു നേട്ടം അവരുടെ ലോജിസ്റ്റിക്സ് എളുപ്പമാകും. അവരുടെ ആയുധങ്ങളൊക്കെ കൊണ്ടുവരാൻ ബാൾട്ടിക്കിൽ നിന്ന് വളരെ എളുപ്പം ഈ ഖേഴ്സണിൽ എത്തിക്കാൻ കഴിയും. ഇതാണ് അവരുടെ യുദ്ധതന്ത്രപരമായി റഷ്യ നീങ്ങുന്നത്. ഇതിന് തൊട്ടടുത്താണ് ഒഡേസ. അവിടെ ഇപ്പോഴും വലിയ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ആ ഒഡേസയിലും കൂടി കീഴടക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ ബാൾട്ടിക് മേഖലയിൽ റഷ്യയ്ക്ക് പിന്നെ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല എന്ന് പറയാം. റൊമേനിയ, ഹംഗറി, പോളണ്ട്, ഇത് ഈ മേഖല അതിന് അപ്പുറത്ത് വരുന്നു. കാരണം ആക്രമണത്തിലേക്ക് തിരിയാൻ റഷ്യ ഏറ്റവും തന്ത്രപരമായ ഈ മേഖലകളാണ് ഇപ്പോൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. കീവ് കീഴടക്കുക എന്നത് അല്ലെങ്കിൽ തലസ്ഥാനം കീഴടക്കുക എന്നത് എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളത് യുക്രൈൻ്റെ ചെറുത്തുനിൽപ്പിനേക്കാൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് റഷ്യയ്ക്ക് പ്രധാനം അവരുടെ തന്ത്രപരമായ യുദ്ധതന്ത്രപരമായ നേട്ടങ്ങൾ ഉണ്ടാവുക ഇത്തരം സ്ഥലങ്ങൾ കീഴടക്കുന്നതിലൂടെയാണ്. ഇതിനുശേഷം കീവ് കീഴടങ്ങുക സ്വാഭാവികമായ ഒരു നടപടി മാത്രമായിരിക്കുമെന്ന് നമുക്ക് പറയേണ്ടി വരും. തലസ്ഥാനം വീണു എന്നുള്ള ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. പിന്നീടുള്ളതെല്ലാം യൂറോപ്യൻ അതിർത്തിയാണ് ശേഷിക്കുന്നത്. അവിടേക്കല്ല റഷ്യയുടെ നീക്കവും. ഇത് ഒരുപക്ഷെ ഈ ഉക്രൈൻ്റെ തന്ത്രപ്രധാനമായ മേഖലകൾ ഇന്നല്ലെങ്കിൽ നാളെയോടുകൂടി പൂർണ്ണമായും കൈക്കലാക്കി കഴിഞ്ഞാൽ റഷ്യയുടെ കീഴിലാണ് ഇവിടെ എന്ന് പറയാം. ഇവിടെ നിന്ന് വേണം അത് ഇന്ത്യക്കാരെയും ഉൾപ്പെടെ മറ്റു രാജ്യങ്ങൾക്കാണെങ്കിലും ഒഴിപ്പിക്കാൻ. അതിന് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സഹായം കിട്ടാൻ സാധ്യതയുള്ള ഒരു രാജ്യം ഇന്ത്യ തന്നെയാണ്. റഷ്യയുടെ സഹകരണത്തോടെ ഒഴിപ്പിക്കാൻ ലോകരാജ്യങ്ങൾ ഇപ്പോൾ യൂറോപ്പിന് സാധിക്കില്ല, അതുപോലെ മറ്റു രാജ്യങ്ങൾക്കൊന്നും സാധിക്കില്ല, ഓസ്ട്രേലിയക്കോ ന്യൂസിലൻഡിനോ ഒന്നും സാധിക്കില്ല. പക്ഷേ ഇന്ത്യക്കത് സാധിക്കും. കാരണം ഇന്ത്യക്ക് റഷ്യയുമായും വളരെ പതിറ്റാണ്ടുകളായിട്ടുള്ള ബന്ധമുണ്ട്. ഒരുപക്ഷെ 1950-കൾ മുതലുള്ള ആ ബന്ധമാണ്. ആ ബന്ധം നിലനിൽക്കുന്നതിനാൽ അത് കാര്യമായ മുറിവൊന്നും ഉണ്ടായിട്ടുമില്ല. അത് നിലനിൽക്കുന്നതിനാൽ ഇന്ത്യക്കാരെ റഷ്യയുടെ സഹകരണമുണ്ടെങ്കിൽ ഒഴിപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മൾ വിചാരിക്കേണ്ടത് വടക്ക് മുതൽ തെക്ക് വരെയുള്ള ഈ മേഖല ഇപ്പോൾ ഏതാണ്ട് റഷ്യയുടെ നിയന്ത്രണത്തിലായി. അവിടെ കീവ് വീണോ എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും ഇപ്പോൾ. ഗോപികൃഷ്ണൻ, ഏതായാലും ഇത് യുദ്ധതന്ത്രപരമായത് സാമ്പത്തിക തന്ത്രമായ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഉപരോധങ്ങൾ, 7 റഷ്യൻ ബാങ്കുകൾ, ലോകബാങ്കിന്റെ നിർത്തൽ, എങ്ങനെയാ തൽക്കാലത്തേക്ക് റഷ്യയുടെ മുന്നോട്ടുള്ള പദ്ധതികളെ ഇതൊന്നും ബാധിക്കില്ലായിരിക്കാം. പക്ഷേ എന്താണ് നിലവിൽ റഷ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിന്റെ അനുരണനങ്ങൾ അതല്ലെങ്കിൽ ഇതിന്റെ ഇമ്പാക്റ്റ്? റഷ്യ ഈ യുദ്ധത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന $6,900 ബില്യൺ തുല്യമായ തുക, റൂബിൾ, അത് ഏറെക്കുറെ അസാധുവായി എന്നാണ് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും പറയുന്നത്. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് സത്യമാണ്. കാരണം അവരുടെ കയ്യിൽ റൂബിൾ ഉണ്ടായിട്ട് കാര്യമില്ല, അതിൻ്റെ വിപണനം നടക്കുന്നില്ല. പക്ഷേ ഇത് വളരെ മുന്നിൽ കണ്ട് റഷ്യ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടാവണം. കാരണം അവർക്ക് ലോജിസ്റ്റിക്സിൻ്റെ കാര്യത്തിൽ, അതായത് യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങളുടെയോ അല്ലെങ്കിൽ എണ്ണയുടെയോ കാര്യത്തിൽ അവർക്ക് ക്ഷാമം ഉണ്ടാകാൻ വഴിയില്ല. അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും റഷ്യ നന്നായ കരുതൽ ശേഖരം ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഏത് ഘട്ടത്തിലും ചൈനയിൽ നിന്ന് അവർക്ക് ഈ ഭക്ഷണം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ലഭിക്കുകയും ചെയ്യുമെന്ന ഉറപ്പ് നയതന്ത്രപരമായി റഷ്യ നേരത്തെ തന്നെ നേടിയിട്ടുമുണ്ട്. പക്ഷേ അതല്ല പ്രശ്നം. ഇനി ഉണ്ടാകാൻ പോകുന്നത് ഈ റഷ്യയിൽ നിന്ന് വരുന്ന ഒരു പണം ഉപയോഗിച്ച് ഓടുന്ന വിപണിയുണ്ട്. അപ്പോൾ യൂറോപ്പും അമേരിക്കയിലും ഒക്കെ തന്നെ റഷ്യൻ പണം, റഷ്യൻ നിക്ഷേപകരുടെ പണം, അതുപോലെ ഈ റഷ്യൻ ഓയിൽ വിപണിയിലെ പണം, ഇത് വൻതോതിൽ ഉണ്ടായിരുന്നു. അതെല്ലാം ഇല്ലാതാവുകയാണ്. അത് മാത്രമല്ല ഇപ്പോൾ സംഭവിക്കുന്നത്, റഷ്യയിലേക്ക് വന്നുകൊണ്ടിരുന്ന നിക്ഷേപമുണ്ട് വൻതോതിൽ, അതായത് അവിടെ ലാഭമുണ്ടാക്കിയിരുന്ന അവരുടെ ആ പണം ഏറെക്കുറെ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. അതുപോലെ റഷ്യക്കാർ വിദേശത്ത് വൻതോതിൽ നടത്തിയിരുന്ന, അതായത് പുട്ടിൻ്റെയൊക്കെ കൂട്ടാളികളായിട്ടുള്ള ആളുകൾക്ക്
ലോകമെങ്ങും വൻതോതിൽ നിക്ഷേപമുണ്ട്. ഈ നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ കാരണം ഇതൊക്കെ ഈ പണമാണ് മറിഞ്ഞുകൊണ്ടിരുന്നത്. ലോക വിപണിയിൽ മറിഞ്ഞുകൊണ്ടിരുന്ന പണത്തിൻ്റെ അമേരിക്കക്കാർ എത്ര മറിക്കുന്നുണ്ടോ അതിൻ്റെ ഒരു 30% റഷ്യക്കാരുടെ പണവും ലോകത്തെങ്ങും മറിയുന്നുണ്ടായിരുന്നു. ആ രണ്ട് സാധ്യതകൾ ഇല്ലാതാകുന്നത് എങ്ങനെ ബാധിക്കുമെന്ന് ഇതൊരു പക്ഷേ വളരെ പെട്ടെന്നൊന്നും ഇനി പരിഹരിക്കാൻ കഴിയുന്ന രീതിയിലേക്കല്ല പോകുന്നത്. കാരണം റഷ്യക്ക് സ്വിഫ്റ്റിലുണ്ടായിരിക്കുന്ന ഈ വിലക്ക്, അതുപോലെ തന്നെ ബാങ്കുകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക്, ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാലും അവരുടെ റൂബിൾ തിരിച്ചു വരാനും അവരുടെ ഓഹരി വിപണി തിരിച്ചു വരാനും ഒക്കെ ഏറെ വർഷങ്ങളെടുക്കും. അപ്പോൾ ഇത് റഷ്യയെ മാത്രമല്ല, റഷ്യയെ അതിഭീകരമായി അല്ലെങ്കിൽ ബാധിക്കും. സങ്കീർണമായ നിലയിലേക്ക് റഷ്യ മാറും. അതുപോലെ തന്നെ യൂറോപ്പിനെയും അമേരിക്കയെയും മറ്റു രാജ്യങ്ങളെയും ഇത് ബാധിക്കും എന്ന് നമുക്ക് കരുതേണ്ടി വരും. ഗോപികൃഷ്ണൻ. വാർഡസിൽ നിന്നും മനു പരമേശ്വരനും ശരണുമാണ് വിവരങ്ങൾ നൽകിയത്. തിരിച്ചുവരാം ഇടവേളയ്ക്ക്. ഉക്രൈനിൽ കുടുങ്ങിയ വിദ്യാർത്ഥികളടക്കം 170 പേർ കൂടി ജന്മനാട്ടിൽ തിരിച്ചെത്തി. സംസ്ഥാന സർക്കാർ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഡൽഹിയിൽ നിന്നാണ് ഇവരെ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചത്. 3 മന്ത്രിമാർ ചേർന്ന് വിദ്യാർത്ഥികളെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ചൊവ്വാഴ്ച രാത്രിയും ഇന്നലെ പകലും ഡൽഹിയിലെത്തിയവരെയാണ് പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചത്. 170 പേർ വിമാനത്തിലുണ്ടായിരുന്നു. ഓപ്പറേഷൻ ഗംഗ ആരംഭിച്ച ശേഷം ഇത്രയധികം വിദ്യാർത്ഥികളെ ഒരു വിമാനത്തിൽ സംസ്ഥാന സർക്കാർ എത്തിക്കുന്നത് ആദ്യമായാണ്. മന്ത്രിമാരായ പി രാജീവ്, വി എൻ വാസവൻ, കെ എൻ ബാലഗോപാൽ, നോക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ പി രാമകൃഷ്ണൻ തുടങ്ങിയവർ ഇവരെ സ്വീകരിച്ചു.
ഖാർക്കിവിൽ നിന്നുൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നതിന് അതിർത്തികളിൽ കാത്തിരിക്കുകയാണെന്ന് തിരികെ വന്നവർ പറഞ്ഞു. ഇന്ത്യൻ ഗവൺമെന്റ് കാരണം മാത്രമേ ഞങ്ങൾ ഇവിടെ വന്നത്. പക്ഷേ ഇനി ഈസ്റ്റേൺ ഭാഗത്ത് കുറേ പിള്ളേർ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ഫുഡും വെള്ളവും ഇല്ലാതെ. ഖാർക്കിവ്, ഒഡേസ, സുമി ആ ഭാഗത്ത് അവർ ക്യാപ്ചർ ആയിട്ട് ഇരിക്കുക. അവരെങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം. ഇപ്പോഴും ബോർഡറിൽ പെട്ട് കിടക്കുന്നവരുണ്ട്, അവർക്ക് ഹെൽപ്പ് വേണം. യുദ്ധം രൂക്ഷമായി നടക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് മലയാളികളെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. കിഴക്കൻ മേഖലകളിലാണ് യുദ്ധം തീവ്രമായിട്ടുള്ളത്. അവിടെ നിന്ന് ആളുകളെ കൊണ്ടുവരുന്നതിനാവശ്യം സമീപനം സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് കേരള ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോഴാണ് അത്തരത്തിലുള്ള ഒരു അഭ്യർത്ഥന ഇന്ത്യ നടത്തിയിട്ടുള്ളത്. ന്യൂസ് 18 കൊച്ചി. യുദ്ധവാർത്തകൾക്കിടെ യുക്രൈനുമായി ബന്ധപ്പെട്ട ഇന്ത്യയിൽ നിന്ന് ഒരു ശുഭവാർത്ത. യുദ്ധത്തിനു മുമ്പ് ഇന്ത്യയിലെത്തിയ യുക്രൈനിയൻ യുവതിയും ഇന്ത്യൻ യുവാവും വിവാഹിതരായി. റഷ്യൻ ആക്രമണത്തിന് ഒരു ദിവസം മുമ്പാണ് തെലങ്കാന സ്വദേശി പ്രതീകും ഉക്രൈൻ സ്വദേശിനി ല്യൂബോവും ഇന്ത്യയിലെത്തിയത്. മാസങ്ങൾക്ക് മുമ്പ് ല്യൂബോവ് ഉക്രൈനിൽ വെച്ച് പ്രതീകിനെ കണ്ടുമുട്ടുകയായിരുന്നു. ആദ്യ കാഴ്ചയിലെ പ്രണയമാണ് ഇരുവരെയും ഒരുമിപ്പിച്ചത്. റഷ്യ ഉക്രൈനെ ആക്രമിച്ചതോടെ വിവാഹ പദ്ധതികൾ അവതാളത്തിലായി. ഇന്ത്യയിലെത്തിയ ഇവരെ പ്രതീകിന്റെ ബന്ധുക്കൾ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു. പ്രതീകിന്റെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും വീട്ടിൽ നടന്ന സൽക്കാരത്തിൽ പങ്കെടുത്തു. തുടർന്ന് ചിൽക്കൂർ ബാലാജി ക്ഷേത്രത്തിൽ ലളിതമായ വിവാഹം. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും താൽപര്യപ്രകാരം 2 ദിവസത്തിന് ശേഷം വീണ്ടും വിപുലമായ രീതിയിൽ വിവാഹം നടത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വാർത്താ അവതരണത്തിനിടയിൽ പിന്നിൽ ബോംബ് വീണാൽ എന്ത് ചെയ്യും? ഉക്രൈനിലെ പ്രാദേശിക ടെലിവിഷൻ സ്റ്റുഡിയോയിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക്. Ukraine. Elaine? What the hell was that? I know. I don't know. It's almost like lightning. Because it's a big flash and then... It was close. Close enough to see the flash. ഉക്രൈനിൽ വെടിനിർത്താൻ റഷ്യ തയ്യാറാകണമെന്ന് CPM. ദേശാഭിമാനിയിലെ ലേഖനത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് നിലപാട് വ്യക്തമാക്കിയത്. അതിർത്തിയിലെ ആയുധവിന്യാസവും റഷ്യ അവസാനിപ്പിക്കണം. ഉക്രൈനെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായ റഷ്യ അംഗീകരിക്കണമെന്നും യെച്ചൂരി ലേഖനത്തിൽ പറയുന്നു. സമ്മേളന വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരള വികസന രേഖയിൽ CPM സംസ്ഥാന സമ്മേളനത്തിൽ ഇന്ന് ചർച്ച നടക്കും. 25 വർഷത്തെ സംസ്ഥാന വികസനം മുന്നിൽ കണ്ടാണ് CPMന്റെ വികസന രേഖ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം രേഖയിലുണ്ട്. സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് മറുപടി പറയും. കേന്ദ്ര നേതൃത്വത്തിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മറുപടി നൽകും. പോലീസിലെ കുഴപ്പക്കാരായ ഉദ്യോഗസ്ഥരെക്കുറിച്ച് സർക്കാരിന് വിവരം ലഭിക്കുന്നില്ല എന്ന് CPM സമ്മേളന വേദിയിലെ പൊതുചർച്ചയിൽ വിമർശനം. പോലീസിലെ കുഴപ്പക്കാരെ കണ്ടെത്താൻ ഇന്റലിജൻസ് സംവിധാനം ശക്തിപ്പെടുത്തണം. പ്രാദേശിക പാർട്ടി പ്രവർത്തകരോട് വളരെ മോശമായാണ് പോലീസ് ഇടപെടലെന്നും വിമർശനമുണ്ട്. കൽപ്പറ്റ ഉൾപ്പെടെ 5 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് വീഴ്ച പ്രവർത്തന റിപ്പോർട്ടിൽ എടുത്തു പറയുമ്പോൾ ആലപ്പുഴയെക്കുറിച്ച് പരാമർശമില്ല. നയരേഖ ഇന്ന് സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. അനീഷാണ് ചേരുന്നത്. അനീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെഷൻ ആണ് ഇന്ന് നടക്കുന്നതെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം ഇന്നലെ നടന്ന ചർച്ചകൾക്കുള്ള പ്രതിനിധികളുടെ വിമർശനങ്ങൾക്കുമൊക്കെയുള്ള സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി ഇന്നുണ്ടാവും. ഒപ്പം റഷ്യയുമായുള്ള നിലപാട്, റഷ്യൻ വിഷയത്തിലെ നിലപാട് പ്രഖ്യാപിക്കുന്നതിൽ പാർട്ടിക്ക് അവ്യക്തതയുണ്ട് എന്ന പരക്കെ വിമർശനവും സമ്മേളന പ്രതിനിധികൾ മുന്നോട്ട് വെച്ചിരുന്നു. ഇക്കാര്യത്തിൽ സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി തന്നെ ഇന്ന് വിശദീകരണം നൽകും. ദേശാഭിമാനിയിൽ അദ്ദേഹം ഈ കാര്യത്തിലുള്ള പാർട്ടി ലൈൻ വ്യക്തമാക്കിയ ലേഖനം എഴുതിയിട്ടുണ്ട്. ഇതേ തുടർന്ന് ആണ് ഈ സാഹചര്യം ഇന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഒപ്പം ഈ സമ്മേളനത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് ഈ വികസന രേഖ മുഖ്യമന്ത്രിയായി അവതരിപ്പിച്ചത് തന്നെയാണ്. ഈ വികസന നയരേഖയുമായി ബന്ധപ്പെട്ട് വലിയ ആശയക്കുഴപ്പം പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്നു എന്ന വിലയിരുത്തലാണുള്ളത്. കാരണം സ്വകാര്യവൽക്കരണ നയത്തെ കൂടുതലായി പ്രോത്സാഹിപ്പിക്കുന്നു. ഒപ്പം ഈ തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് വിമർശനം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രതിനിധികൾക്ക് പൂർണ്ണമായും ഈ വികസന നയരേഖയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കുക, അല്ലെങ്കിൽ ഈ
ഏത് തരത്തിലുള്ള ഭേദഗതികൾ വരുത്തിയാണ് ഈ രേഖ അംഗീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ ഇന്നലെ തന്നെ പല നേതാക്കളുമായി ബന്ധപ്പെട്ടപ്പോഴും അവർ പറയുന്നത് ഈ വികസന നയരേഖയിലെ ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ അതൊരു കൃത്യമായ രൂപത്തിലേക്ക് എത്തുകയുള്ളൂ. മറിച്ചുള്ള പലതരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നു. സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്കും ഇത്തരത്തിൽ നയവ്യതിയാനം സംഭവിക്കുന്നുവെന്ന ആശങ്കയുമുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ വിശദമായ ചർച്ച നടത്തി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കൂ എന്നും പറഞ്ഞിരിക്കുന്നു. എന്തായാലും പിണറായി വിജയൻ തന്നെ ഭരിക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യുന്ന പോലീസ് വകുപ്പിനെതിരെ നിശ്ചിതമായ വിമർശനങ്ങൾ പല ഇടങ്ങളിൽ നിന്നും ഉയർന്നു. പോലീസ് ഇടതു നയമല്ല നടപ്പിലാക്കുന്നത് എന്ന രൂക്ഷമായ വിമർശനം തന്നെയാണ് ഉണ്ടായത്. പ്രാദേശിക പാർട്ടി പ്രവർത്തകർക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ ഒരു അർഹമായ പരിഗണനയോ അല്ലെങ്കിൽ ന്യായമായ കാര്യങ്ങളോ പോലും നടക്കുന്നില്ല എന്ന് ഇടുക്കി ജില്ലയിലെ പ്രതിനിധികളാണ് ഏറ്റവും അധികം വിമർശനങ്ങൾ ഉന്നയിച്ചത്. അതുകൊണ്ട് കാതലായ മാറ്റം പോലീസിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വേണം എന്ന് മുന്നോട്ട് വച്ചിരിക്കുന്നു. ഒപ്പം ഈ ലിംഗനീതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ CPM വലിയ മുന്നേറ്റം നടത്തുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രചാരണം നടക്കുമ്പോൾ പാർട്ടിക്കുള്ളിൽ പോലും സ്ത്രീകൾക്ക് അർഹമായ ഒരു പരിഗണന ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ പുരുഷ നേതാക്കൾക്ക് ഈ വനിതാ പ്രവർത്തകരോടുള്ള പെരുമാറ്റം വളരെ മോശമാണ് എന്ന് മന്ത്രി R. ബിന്ദു ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞിരിക്കുന്നു. വളരെ ഖേദത്തോടുകൂടിയാണ് തനിക്കിത് പറയേണ്ടി വരുന്നതെന്ന് അവർ വ്യക്തമാക്കുന്നു. മോശം പെരുമാറ്റത്തിനെതിരെ പുരുഷ നേതാക്കൾക്കെതിരായി പരാതി നൽകിയാൽ പോലും അത് അർഹമായ രീതിയിലുള്ള ഒരു പരിഗണന ആ പരാതിക്ക് ലഭിക്കില്ലെന്നും പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് സംസ്ഥാന സെക്രട്ടറി അല്പസമയത്തിനകം വിശദീകരണം അല്ലെങ്കിൽ മറുപടി നൽകും. ബോബി. ശരി. യുവാക്കളെയും പുതുമുഖങ്ങളെയും ഉൾപ്പെടുത്തി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിക്കാൻ ആലോചന. 75 വയസ്സെന്ന മാനദണ്ഡം ബാധകമായവർക്ക് പുറമെ ചില മുതിർന്ന നേതാക്കളെയും കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയേക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനം തൃപ്തികരമല്ലെന്ന വിമർശനം സംഘടനാ റിപ്പോർട്ടിലുണ്ടായിരുന്നു. പാർട്ടി സെന്ററായി പ്രവർത്തിക്കുന്ന നേതാക്കൾ പോലും ചുമതല വേണ്ടവിധം നിറവേറ്റുന്നില്ലെന്നായിരുന്നു വിമർശനം. ഇതുകൂടി പരിഗണിച്ചാണ് സെക്രട്ടേറിയറ്റിൽ വലിയ മാറ്റത്തിനുള്ള ആലോചന. ആനത്തലവട്ടം ആനന്ദൻ, P. കരുണാകരൻ, KJ തോമസ്, MM മണി എന്നിവർ പ്രായപരിധി മാനദണ്ഡത്തിന്റെ പേരിൽ ഒഴിവാകും. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ P. കരുണാകരനും വൈക്കം വിശ്വനും 75 വയസ്സ് പിന്നിട്ടവരാണ്. പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, A. വിജയരാഘവൻ എന്നിവർ സെക്രട്ടേറിയറ്റിൽ തുടരും. PK ശ്രീമതി, EP ജയരാജൻ, AK ബാലൻ, MV ഗോവിന്ദൻ എന്നിവരിൽ ചിലരെ സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറ്റിയേക്കാം. ഒഴിവാക്കപ്പെട്ടാലും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെന്ന നിലയിൽ ഇവർക്ക് സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കാനാകും. മുതിർന്ന നേതാവും കൺട്രോൾ കമ്മീഷൻ ചെയർമാനുമായ M. വിജയകുമാർ ആനത്തലവട്ടത്തിന്റെ ഒഴിവിൽ സെക്രട്ടേറിയറ്റിലെത്താൻ സാധ്യതയുണ്ട്. വനിതകളിൽ J. മേഴ്സിക്കുട്ടിയമ്മ, CS സുജാത എന്നിവരിലൊരാൾ പരിഗണിക്കപ്പെട്ടേക്കാം. മന്ത്രിമാരിൽ സജി ചെറിയാനേക്കാൾ സാധ്യത VN വാസവനാണ്. എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ സെക്രട്ടേറിയറ്റിലെത്തിയേക്കും. യുവപ്രതിനിധിയായി M. സ്വരാജിനെ പരിഗണിക്കണമെന്ന അഭിപ്രായമുള്ളവരും പാർട്ടിയിലുണ്ട്. P. ശ്രീരാമകൃഷ്ണനും പരിഗണനയിലുണ്ട്. കോഴിക്കോട് നിന്ന് TP രാമകൃഷ്ണൻ ഒഴിവാകുകയാണെങ്കിൽ P. മോഹനൻ കമ്മിറ്റിയിലെത്തും. കണ്ണൂരിൽ നിന്ന് 5 പേരാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ളത്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ ചിലരെ ഒഴിവാക്കി ജില്ലാ സെക്രട്ടറി MV ജയരാജനെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താൻ സാധ്യതയേറെയാണ്. P. ജയരാജൻ ഇത്തവണയും പരിഗണിക്കപ്പെടാനിടയില്ല. VV അരുൺ, ന്യൂസ് 18, കൊച്ചി. CPM സംസ്ഥാന സമ്മേളനം സമഗ്ര കവറേജുമായി ന്യൂസ് 18 കേരളം. പുനഃസംഘടന നിർത്തിവെക്കാനുള്ള ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്ന് കോൺഗ്രസിൽ രൂപപ്പെട്ട പ്രതിസന്ധി പരിഹരിക്കാൻ തിരക്കിട്ട നീക്കം. K. സുധാകരനും VD സതീശനും തമ്മിൽ ഉടൻ കൂടിക്കാഴ്ച നടത്തിയേക്കും. അതേസമയം പുനഃസംഘടനാ പട്ടികയെക്കുറിച്ചുള്ള പരാതി തന്നെ നേരിട്ട് അറിയിക്കണമെന്ന നിലപാടിലാണ് K. സുധാകരൻ. പുനഃസംഘടന നിർത്തിവെക്കാനുള്ള നിർദ്ദേശത്തിൽ കടുത്ത അതൃപ്തിയിലാണ് K. സുധാകരൻ. ഹൈക്കമാൻഡിന് കത്ത് നൽകിയവർ പരാതി എന്താണെന്ന് തന്നെ അറിയിക്കട്ടെ എന്നാണ് സുധാകരന്റെ നിലപാട്. 2 മാസത്തോളം വിവിധ തലങ്ങളിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് പുനഃസംഘടനാ പട്ടികയ്ക്ക് രൂപം നൽകിയത്. സംസ്ഥാനത്തുള്ള AK ആന്റണിയെയും സുധാകരൻ തന്റെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. പുതിയ പ്രതിസന്ധിയോടെ AI ഗ്രൂപ്പുകൾ സുധാകരനുമായി കൂടുതലെടുത്തു. പുനഃസംഘടന പൂർത്തിയാവാൻ ഈ മാസം 31 വരെയാണ് പരമാവധി സമയം. KC വേണുഗോപാലിനൊപ്പം നിൽക്കുന്നവർക്ക് മതിയായ പരിഗണന കിട്ടിയില്ലെന്നതാണ് പുനഃസംഘടനയ്ക്ക് ഉടക്കു വീഴാൻ കാരണമെന്നാണ് ഗ്രൂപ്പുകളുടെ പക്ഷം. എന്നാൽ പാർട്ടിയിൽ സജീവമല്ലാത്തവർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് തർക്കത്തിന് കാരണമെന്ന് മറുവിഭാഗവും വാദിക്കുന്നു.
പരാതി കേട്ട് പരമാവധി തിരുത്തൽ വരുത്താൻ ശ്രമിക്കാമെന്ന് സുധാകരൻ അറിയിച്ചിട്ടുണ്ട്. പ്രശ്നപരിഹാരത്തിനായി സുധാകരനും വി ഡി സതീശനും ചർച്ച നടത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റി ചെലവഴിച്ചെന്നാരോപിച്ച് മുഖ്യമന്ത്രിക്കെതിരായ പരാതിയിൽ ലോകായുക്ത ഇന്ന് തുടർവാദം കേൾക്കും. മന്ത്രിസഭ എടുത്ത തീരുമാനത്തിന് വ്യക്തിപരമായി മന്ത്രിമാർ ഉത്തരവാദികളാകുമോ എന്ന് കഴിഞ്ഞ തവണ വാദം കേൾക്കവേ ലോകായുക്ത ചോദിച്ചിരുന്നു. മന്ത്രിസഭയുടെ അംഗീകാരത്തോടുകൂടിയാണ് ധനസഹായം അനുവദിച്ചതെന്നും മന്ത്രിസഭാ തീരുമാനം ചോദ്യം ചെയ്യാൻ പാടില്ലെന്നും സ്വജനപക്ഷപാതം കാട്ടി പണം അനുവദിച്ചിട്ടില്ല എന്നുമാണ് സർക്കാർ വാദം. നടിയെ ആക്രമിച്ച കേസ് കൊച്ചിയിലെ വിചാരണ കോടതി ഇന്ന് പരിഗണിക്കും. ബാലേന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് നൽകിയിരുന്ന 1 മാസത്തെ സമയപരിധി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. എന്നാൽ അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്നും കൂടുതൽ സമയം വേണമെന്നും അന്വേഷണ സംഘം ഇന്ന് ആവശ്യപ്പെടും. അന്വേഷണ പുരോഗതി റിപ്പോർട്ടും സമർപ്പിച്ചേക്കും. നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ പൂർത്തിയാക്കാൻ 6 മാസത്തെ സമയം കൂടി വിചാരണ കോടതി സുപ്രീം കോടതിയോട് തേടിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ചൂടിൽ സംസ്ഥാനങ്ങൾ. ഉത്തർപ്രദേശിൽ 6ാം ഘട്ട വോട്ടെടുപ്പ് തുടരുന്നു. 10 ജില്ലകളിൽ 57 മണ്ഡലങ്ങളിലാണ് വിധി എഴുതുന്നത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെ 670 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഗോരഖ്പൂരിൽ നിന്നാണ് യോഗി മത്സരിക്കുന്നത്. സമാജ്വാദി പാർട്ടി നേതാവ് സുഭാവതി ശുക്ലയാണ് എതിരാളി. ഭീം ആർമി നേതാവ് ചന്ദ്രശേഖർ ആസാദും മത്സരിക്കുന്നുണ്ട്. ഖാജനി മണ്ഡലത്തിൽ നിന്ന് മുൻ കേന്ദ്രമന്ത്രി ശ്രീരാം ചൗഹാനും മത്സരിക്കുന്നുണ്ട്. ക്ഷേത്ര ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയോടൊപ്പം നിന്ന പാപ്പാനയെ സ്കൂട്ടർ യാത്രക്കാരി ഇടിച്ചു തെറിപ്പിച്ചു. ഇത് കണ്ട ആന വിരണ്ടോടിയെങ്കിലും വേഗം തളച്ചതിനാൽ കാര്യമായ അപകടങ്ങളുണ്ടായില്ല. ഒരു സമയം 288 ഗായകർ ചേർന്ന് ഓൺലൈനിലൂടെ ഗാനം ആലപിച്ചതിലൂടെ ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയതിന്റെ നിറവിലാണ് തിരുവനന്തപുരത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന. CET എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ CETയുടെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമമാണ് ഗിന്നസ് റെക്കോർഡിലേക്ക് നയിച്ചത്. 14 ഗാനങ്ങൾ 58 മിനിറ്റ് തുടർച്ചയായി ആലപിച്ചായിരുന്നു ഗിന്നസ് റെക്കോർഡ് നേട്ടം. ലോകസമാധാനം, ദേശസ്നേഹം, സാഹോദര്യം എന്നിവയുടെ ആശയം ഉൾക്കൊണ്ട ഗാനങ്ങൾ 18 രാജ്യങ്ങളിൽ നിന്നായി 288 പേർ സൂം വഴി ഒരുമിച്ച് ആലപിക്കുകയായിരുന്നു. നേരത്തെ 55 പേർ ഓൺലൈനിലൂടെ ഒരുമിച്ച് പാടിയ മറ്റൊരു സംഘടനയുടെ റെക്കോർഡാണ് ഇതിലൂടെ തിരുത്തിയത്. ജിലബ്ലിയാറിൻ്റെ ഒരു പ്രതിനിധി, അഡ്ജുഡിക്കേറ്റർ പ്ലസ് 2 ഇൻഡിപെൻഡൻറ്റ് വിറ്റ്നസ്സുമാരുണ്ട്. അവരെല്ലാവരും ഈ ദുബായിലിരുന്നാണ് ഇത് വിധി നിർവഹിച്ചത്. ഞങ്ങൾ 288 പേരും അത് പാടി പൂർത്തിയാക്കി. അങ്ങനെ നമ്മൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചതായിട്ട് അപ്പോൾ തന്നെ അവർ അനൗൺസ് ചെയ്തു. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഭാഷകളിലെ പാട്ടുകളാണ് പാടിയത്. സംഘടനയുടെ വൈസ് പ്രസിഡന്റ് പ്രേമചന്ദ്ര ഭാസിന്റെ മേൽനോട്ടത്തിൽ 18 ടീം ലീഡർമാരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകിയത്. ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സീറ്റയുടെ UAE ചാർട്ടർ പ്രസിഡന്റ് കൃഷ്ണകുമാർ ഏറ്റുവാങ്ങി. പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠനത്തിന് സാമ്പത്തിക സഹായം നൽകിയതിലൂടെ നേരത്തെയും ശ്രദ്ധ നേടിയിട്ടുണ്ട് സീറ്റ. ന്യൂസ് 18 തിരുവനന്തപുരം. 2 പെൺമക്കളുടെ മരണത്തിൽ നീതിക്കായി പോരാടുന്ന വാളയാർ പെൺകുട്ടികളുടെ അമ്മയുടെ ജീവിതകഥ പുസ്തകമാവുന്നു. 13 വയസ്സ് മുതൽ ഇതുവരെ നേരിടേണ്ടി വന്ന അനുഭവങ്ങളും പെൺകുട്ടികളുടെ മരണവും അതിനുശേഷമുള്ള പ്രതിസന്ധികളുമൊക്കെയാണ് പുസ്തകത്തിൽ പറയുന്നത്. ഞാൻ വാളയാറമ്മ, ഈ പേരിലാണ് പുസ്തകം പുറത്തിറങ്ങുന്നത്. ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന വേദനകളെല്ലാം തുറന്നു പറയുന്നുണ്ട് പുസ്തകത്തിൽ. എൻ്റെ 13 വയസ്സ് മുതലുള്ള തുടങ്ങി എൻ്റെ അറിവ് വെച്ച കാലം മുതൽ തുടങ്ങി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നരകങ്ങളും നല്ലതും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള എൻ്റെ ചരിത്രം തന്നെയാണ് ബുക്കിൽ എഴുതിയിട്ടുള്ളത്. ബുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അതിലെന്താ ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ പറഞ്ഞതൊക്കെ തന്നെയാണ് ബുക്കിൽ പ്രിന്റ് ചെയ്ത് വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പെൺമക്കളുടെ മരണം വല്ലാതെ തളർത്തിയിട്ടുണ്ട് ഈ അമ്മയെ. ആ വേദനയിൽ നീറിക്കഴിയുമ്പോഴാണ് ഇരട്ടി വേദനയായി സമൂഹത്തിന്റെ കുറ്റപ്പെടുത്തലുകൾ ഉയരുന്നത്. അതിനെല്ലാം പുസ്തകത്തിലൂടെ മറുപടി പറയുകയാണ്. വർക്കിനെ കുറിച്ച് ഇപ്പോൾ വാർക്കപ്പണി പറയുമ്പം പുലർച്ചെ 6 മണിക്ക് വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വൈകിട്ട് 6-7 മണിയൊക്കെ നമ്മൾ തിരിച്ചു വരും. അപ്പം നമ്മുടെ അങ്ങനെയുള്ള കഷ്ടപ്പാടുകളെല്ലാം വാർക്കപ്പണിക്ക് പോകുന്ന വ്യക്തികൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അല്ലാത്തവർക്ക് അറിയില്ല.
അപ്പം അങ്ങനെ നമ്മൾ മക്കളെ ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നവർക്ക് അവരോട് നമ്മൾക്ക് പറയാൻ കിട്ടിയൊരു അവസരം. കണ്ണൂർ സ്വദേശിനിയായ വിനീത അനിലാണ് വാളയാർ അമ്മയുടെ ജീവിതകഥ തയ്യാറാക്കിയിട്ടുള്ളത്. കൈരളി ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ന്യൂസ് 18 പാലക്കാട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരാം.